ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോജിക് സിസ്റ്റം ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റ് CST 203 ഡിസംബർ 2022 നടന്ന യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും പറയുന്നതാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നും 1 by 1 ആയിട്ട് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനുള്ള സമയമില്ല. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അതിന് ഓരോന്നിനും എങ്ങനെയാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയും. അപ്പോൾ ഡിസംബർ 2022 നടന്ന CST 203 എന്നുള്ള സബ്ജക്ട് കോഡിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. എനിവേ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്കറിയാം പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത് അല്ലേ. പിന്നെ പാർട്ട് ബി എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും A or B എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതായത് 10-14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതിലുണ്ടാവും, പാർട്ട് ബിയിലുണ്ടാവും. ഇങ്ങനെയാണല്ലോ. അതിൽ എനി 5 ആണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ, അതിൽ എനി 1. ആ രീതിയിലാണല്ലോ നമ്മുടെ പാറ്റേൺ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് എ ആണ്. പാർട്ട് എയിൽ ആദ്യം ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർഫോം ദ മെൻഷൻഡ് ബേസ് കൺവേർഷൻ ഫോർ ദ ഫോളോയിങ് നമ്പേഴ്സ് 563.8125 ടു ബൈനറി, 78.89 ടു ഒക്ടൽ, EC 0.4 ടു ഡെസിമൽ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് 1 ഡെസിമലാണ്, 2 ഡെസിമലാണ്, 3 ഹെക്സാ ഡെസിമലാണ്. ഇതിനെ കൺവേർട്ട് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് ആക്ച്വലി എന്തായിരിക്കും കിട്ടുക നിങ്ങൾ പറയുമോ? ഈ ഫസ്റ്റ് കൺവേർഷൻസ് നമുക്ക് ആക്ച്വലി എങ്ങനെ പെർഫോം ചെയ്യാം? ഫസ്റ്റ് കൺവേർഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് മെത്തഡോളജി ഇവിടെ യൂസ് ചെയ്യാം നിങ്ങളൊന്ന് പറയുമോ? നമുക്കിവിടെ ഫസ്റ്റ് കൺവേർഷൻ ചെയ്യണമെങ്കിൽ 563.8125 ആണല്ലോ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ. അതിനെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് തന്നിരിക്കുന്നത് ഡെസിമലാണ്. ഇതിനെ ബൈനറിലേക്ക് മാറ്റാൻ റിയൽ നമ്പറിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, ഫ്രാക്ഷണൽ നമ്പറിനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് ബൈനറിലേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അതായത് 563 എന്നുള്ള നമ്പർ എടുത്ത് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 0.8125നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 3 ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ എങ്കിലും ചെയ്യണം, എന്നെങ്കിലും ഇത് കിട്ടുള്ളൂ അല്ലേ. ഇതെങ്ങനെ ചെയ്യും? 78.89 ഒക്ടലിലേക്ക് ആക്കുക. 78.89 എന്നുള്ള നമ്പറിനെ ഒക്ടലിലേക്ക് മാറ്റുന്നത് ഇതുപോലെ തന്നെ റിയൽ നമ്പറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം, ഫ്രാക്ഷണൽ നമ്പറിനെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മെത്തഡോളജി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 78.89 എന്നുള്ള നമ്പറിനെ എന്താക്കി മാറ്റാം? ഒക്ടലാക്കി മാറ്റാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഇവിടെ ചെയ്തു തരുന്നില്ല, നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ കണ്ടോ അടുത്ത നമ്പർ ഏതാ? EC 0.4. ഇതിന് നമുക്ക് ഡെസിമലിലേക്ക് മാറ്റണം. EC 0.4 എന്നുള്ള നമ്പറിനെ ഡെസിമലിലേക്ക് മാറ്റണം. ഇതെങ്ങനെ മാറ്റാം? EC 0.4 എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പറാണ്. ഇതിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ചെയ്യാം. അതായത് ഇത് 16 പവർ 1 ആണ്, ഇത് 16 പവർ 0 ആണ്, ഇത് 16 പവർ -1 ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 × 16 പവർ 1 പ്ലസ് 12 × 16 പവർ 0 പ്ലസ് 4 × 16 പവർ -1. ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇക്വാലൻ്റ് ഡെസിമൽ കിട്ടും. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ആൻസേഴ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 563.8125 എന്നുള്ള നമ്പറിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി ഫോം എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന നമ്പറാണ്. അപ്പോൾ ഇതിന് 1 മാർക്കാണ്. ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, 116.70753. ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ എന്ന് പറയുന്നത് 236.25. നിങ്ങളിത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് ആൻസറിലേക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഓരോ കൺവേർഷനും 1 മാർക്ക് വെച്ചിട്ട് മൊത്തം 3 മാർക്ക് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി നിങ്ങൾ നോക്കൂ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ബൈനറി നമ്പർ ഈസ് 10101100. ഡിറ്റർമൈൻ ഇറ്റ്സ് ഡെസിമൽ വാല്യൂ, റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ 1's കോംപ്ലിമെന്റ് ഫോം. അപ്പോൾ നിങ്ങൾ നോക്കൂ തന്നിരിക്കുന്ന നമ്പർ ശരിക്കും പറഞ്ഞാൽ ഏതാണ്? ഇതാണ് നമ്മുടെ നമ്പർ 10101100. ശരിക്കും ഇതിൻ്റെ 1's കോംപ്ലിമെന്റ് കാണാനാണ് ആക്ച്വലി ഇതിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി 2's കോംപ്ലിമെന്റ് ഫോമുള്ള ഒരു നമ്പറാണ്. ഇതിൻ്റെ 1's കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞാൽ
വളരെ ക്ലിയർ ആണ്. അപ്പോൾ 2's കോംപ്ലിമെന്റ് തന്നിരിക്കുന്നത് 1 0 1 0 1 1 0 0. ശരിക്കും ഇതിന്റെ 2's കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞതിന് കൂടെ ഒന്ന് കൂട്ടണം. തന്നിരിക്കുന്ന നമ്പർ 2's കോംപ്ലിമെന്റിലാണ്, അതിന്റെ 1's കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞാൽ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്താ വരിക? 1 0 1 0 1 0 1 1 വരും. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. കണ്ടോ? ഇനി ഇതിന്റെ ഇക്വാലന്റ് ഡെസിമൽ കണ്ടുപിടിക്കണം. ഇതിന്റെ ഇക്വാലന്റ് ഡെസിമൽ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സാക്ട് ഫോം അറിയണം. ഇതിന്റെ എക്സാക്ട് ഫോം എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന 1's കോംപ്ലിമെന്റ് ഫോം. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ ഫോം എന്താണ്? ഒറിജിനൽ ഫോം കാണണമെങ്കിൽ ഇതിനെ കംപ്ലീറ്റ്ലി ഇൻവേർട്ട് ചെയ്യണം. 0 1 0 1 0 1 0 0. ഇത് വെച്ച് നമുക്ക് ഇതിന്റെ ഇക്വാലന്റ് ഡെസിമൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന്റെ ഇക്വാലന്റ് ഡെസിമൽ നിങ്ങൾ നോക്കുക. ഇതെന്താണ്? 2 0 2 1 2 2 4 2 6. അപ്പോൾ 2 6 എന്ന് പറഞ്ഞാൽ 64 ആണ്. 2 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 84 എന്ന് വരും. അപ്പോൾ ആ നമ്പർ നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന ബിറ്റിന്റെ വാല്യൂ 1 ആയതുകൊണ്ട്. അപ്പോൾ -84 എന്ന് ആൻസർ കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് x into x plus y equal to x using Boolean algebra postulate and rules. ഇത് ബൂലിയൻ അൽജിബ്ര വെച്ചാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബൂലിയൻ അൽജിബ്ര വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബൂലിയൻ ലോസ് അറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ ഇതിന്റെ സൊല്യൂഷൻ എഴുതിയിരിക്കുന്നത് ഈ x into x plus y എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. x into x plus x into y. ഇത് ഏത് ലോ വെച്ചാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ x into x plus xy എന്നുള്ള ടേമിനെ നമുക്കിതിൽ x into x എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇതിന് x എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ത് എഴുതാം? x into x ന് പകരം x എന്ന് എഴുതാം, xy അതുപോലെ എഴുതാം അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഈ എക്സിന് പകരം x into 1 എഴുതി. x into 1 എഴുതിയാലും x എന്ന് എഴുതിയാലും സെയിം ആണല്ലോ. ഇതിനെന്ത് എഴുതി? x into 1 plus xy എന്ന് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്തു? എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ ഒന്ന് വന്നു 1 വന്നു, ഇവിടെ y വന്നു. അപ്പോൾ x into 1 plus y. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഈ 1 plus y. എനി ടേം പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആ ടേം ആയിരിക്കും 1 ആയിരിക്കും അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ച ലോ ആണ്. അപ്പോൾ 1 plus y എന്നുള്ളത് 1 ആവും. അപ്പോൾ നമുക്ക് ഈ മൊത്തം ടേമിനെ 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് x into 1 കിട്ടും. ഫൈനൽ വാല്യൂ നമുക്ക് x എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ബൂലിയൻ ലോ വെച്ചിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണം. ഓക്കെ, എനിവേ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ കണ്ടോ? ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതും ശരിക്കും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് പോസിബിൾ യുണീക്ക് ബൂലിയൻ ഫംഗ്ഷൻ വിച്ച് ക്യാൻ ബി ഫോംഡ് യൂസിങ് n ബൂലിയൻ വേരിയബിൾ എക്സ്പ്ലെയിൻ. അപ്പോൾ ഒരു n ബൂലിയൻ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ബൂലിയൻ പോസിറ്റ്യൂഡ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ 2 n ആണ് ഇതിൻ്റെ ആൻസർ. അതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ n വേരിയബിൾ വെച്ചിട്ട് ഇപ്പോൾ 4 വേരിയബിൾ വെച്ച് എനിക്ക് 0 0 0 0 to 1 1 1 1 വരെ 16 ഫംഗ്ഷൻസ് കിട്ടും അല്ല. ഈ 16 ഫംഗ്ഷൻസിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 n എഴുതരുത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 2 n. ഈ രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഫംഗ്ഷൻസ് ഇവിടെ കിട്ടും. ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഞാനിവിടെ പറയുന്നുണ്ട് എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഇവിടെ മൊത്തം ബൂലിയൻ ഫംഗ്ഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 2 n എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എഴുതാം. ക്ലിയർ ആണല്ലോ? ഇത് 3 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാം. അടുത്ത നിങ്ങൾ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനും ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസൈൻ ആൻ ഈവൻ പാരിറ്റി കോഡ് ജനറേറ്റർ യൂസിങ് XOR ഗേറ്റ് ഫോർ എ 4-bit കോഡ്. അപ്പോൾ ജസ്റ്റ് ഈ ഫിഗർ വരയ്ക്കുന്നതിനാണ് 3 മാർക്ക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈവൻ പാരിറ്റി കോഡ് ജനറേറ്റർ ആണ്. അപ്പോൾ എന്താണ് XORന്റെ പ്രത്യേകത? XOR ഗേറ്റിൽ നമുക്ക് കിട്ടുന്നത് 0 0ൽ 0 കിട്ടും, 1 1ൽ 0 കിട്ടും, 0 1ൽ 1 കിട്ടും, 1 0ൽ 1 കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 XOR ഗേറ്റ് എടുത്തു. അതായത് ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും XOR ചെയ്തു. അതുപോലെ തന്നെ തേർഡ് ഫംഗ്ഷനും ഫോർത്ത് ഫംഗ്ഷനും XOR ചെയ്തു. അപ്പോൾ നമുക്ക് A XOR B XOR C എന്നാണ് കിട്ടേണ്ടത്. A XOR B XOR C XOR D എന്നാണ് കിട്ടേണ്ടത്. അതിനെ വീണ്ടും ഞാൻ XOR ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? A0 XOR A1 XOR A2 XOR A3. ഇങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഒരു 4-bit കോഡ് XOR ഗേറ്റ് വെച്ച് കിട്ടി, ഈവൻ പാരിറ്റി കിട്ടി.
ഇതുപോലെ തന്നെ ഓഡ് പാരിറ്റിയും നമുക്ക് ഉണ്ടാക്കാം. അത് എക്സ്നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓഡ് പാരിറ്റി ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഈസിയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എക്സോർ വെച്ച് എങ്ങനെ ഉണ്ടാക്കുന്നു ചോദിക്കുകയാണെങ്കിൽ 2 എക്സോർ ഗേറ്റ്, അതിന് രണ്ടിനും കൂടി കമ്പൈൻ ചെയ്യാൻ വേറൊരു എക്സോർ ഗേറ്റ്, ഈ രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3 മാർക്കിൻ്റെ പാർട്ട് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിൽ നിങ്ങൾ എഴുതാം. ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ശരിക്ക് ഡിസൈൻ ആൻ ഒക്ടൽ ടു ബൈനറി എൻകോഡർ യൂസിങ് ഓർ ഗേറ്റ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ ഇതൊരു 6 മാർക്കിന് എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒക്ടൽ എൻ്റെ ഇൻപുട്ടാണ്, ബൈനറി എൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 8 പോസിബിൾ ഇൻപുട്ട്സ് കൊടുത്തു, D7 തൊട്ട് D0 വരെ. കണ്ടോ, നമ്മൾ ഔട്ട്പുട്ട് ഇപ്പോൾ D0 എന്നുള്ള കേസാണ് എനേബിൾ ആവുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 000, D1 ആണെങ്കിൽ 001, D2 ആണെങ്കിൽ 010, D3 ആണെങ്കിൽ 011, D4 ആണെങ്കിൽ 100. അങ്ങനെ നമുക്ക് എഴുതാം. ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ട്രൂത്ത് ടേബിളിന് 1 മാർക്കും അതിൻ്റെ ഡയഗ്രത്തിൽ നിന്ന് 2 മാർക്കുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നിങ്ങളിവിടെ A2 ആണ് കണ്ടുപിടിക്കേണ്ടത്. A2 എന്ന് പറഞ്ഞാൽ ഈ 4 ടേമിനെ ആഡ് ചെയ്താണ് A2 ഫംഗ്ഷൻ. അതായത് A2ൽ നമുക്ക് കിട്ടുന്നത് എന്താ? D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ. സെക്കൻഡ് ഫംഗ്ഷൻ്റെ വാല്യൂ these 2 പ്ലസ് these 2 അല്ലേ? അതായത് D2 പ്ലസ് D3 പ്ലസ് D6 പ്ലസ് D7. A0 ഉണ്ടോ? നമുക്ക് ഈ ഫംഗ്ഷൻ പ്ലസ് ഈ ഫംഗ്ഷൻ പ്ലസ് ഈ ഫംഗ്ഷൻ പ്ലസ് ഈ ഫംഗ്ഷൻ, ഇത് 4 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ട്രൂത്ത് ടേബിളിന് 2 മാർക്കും ഈ ഡയഗ്രത്തിന് 2 മാർക്കുമാണ്. അപ്പോൾ ഈ 3 ഇക്വേഷൻ വെച്ചിട്ട് ഇത്രയും ഡീപ്പായിട്ടുള്ള ഡയഗ്രാംസ് നിങ്ങൾ വരയ്ക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ട്വിസ്റ്റഡ് ആണ്, കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ കണ്ടോ, നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ, സ്പെസിഫൈ ദി ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചിട്ടുണ്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ നമ്മളൊരു KMAP വെച്ച് സോൾവ് ചെയ്താൽ നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. S + R × Q ബാർ ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറയുന്നത് ഡിഫറൻഷിയേറ്റ് സിങ്കർണസ് കൗണ്ടർ ആൻഡ് അസിങ്കർണസ് കൗണ്ടർ, ഗിവ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ശരിക്കും ഇത് 3 മാർക്കിനാണ്. സിങ്കർണസ് കൗണ്ടർ എന്താണ്, അസിങ്കർണസ് കൗണ്ടർ എന്താണ്, ഗിവ് വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സിങ്കർണസ് കൗണ്ടർ? ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ ക്ലോക്ക് കൊടുക്കും, അതേ ക്ലോക്ക് ആയിരിക്കും അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് സിങ്കർണസ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് കൊടുക്കും, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എങ്കിൽ അത് അസിങ്കർണസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, സിങ്കർണസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അസിങ്കർണസ് എന്നുള്ളത് വളരെ സിമ്പിളാണ്. പിന്നെ സിങ്കർണസ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് കുറവായിരിക്കും, അസിങ്കർണസിൽ എറേഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും ഏത് പാറ്റേണും നമുക്ക് സിങ്കർണസിൽ ഉണ്ടാക്കാം, പക്ഷെ അസിങ്കർണസിൽ നമുക്കൊരു അപ്പ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡൗൺ പാറ്റേൺ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3-4 പോയിന്റുകൾ എഴുതുക. ഇതിന് മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്ക് 3 മാർക്കാണെന്ന് മനസ്സിലാക്കി വെക്കാം. യെസ്, അപ്പോൾ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞു പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവില്ല. നെക്സ്റ്റ് നോക്കിയേ, 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസൈൻ എ 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ യൂസിങ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ഒരു 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഞാൻ 4 D ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു, 4ലേക്കും സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് കൊടുത്തു, സീരിയലി ഇന്ന് കൊടുത്തു, സീരിയലി ഔട്ട് കൊടുത്തു. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിൻ്റെ ഇന്ന്, സെക്കൻഡ് ഔട്ട്പുട്ട് തേർഡ് സ്റ്റേജിൻ്റെ ഇന്ന്, തേർഡ് ഔട്ട്പുട്ട് ഫോർത്ത് സ്റ്റേജിൻ്റെ ഇന്ന്. ഈ രീതിയിൽ നമ്മൾ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഏതും ഡിസൈൻ ചെയ്യാം. സിസോ ആണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിപ്പോ ചെയ്യാം, പിസോ ചെയ്യാം, പിപ്പോ ചെയ്യാം. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് സിസോ ആണ്. അതുകൊണ്ട് നമുക്കിതാ ഈ ഫിഗർ ഇങ്ങനെ വരയ്ക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായോ? ഇനി 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ 10th ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് റീഡ് ഓൺലി മെമ്മറി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്നത് റോമിൻ്റെ എക്സ്പ്ലനേഷന് 2 മാർക്കും ഡയഗ്രത്തിന് 1 മാർക്കുമാണ്. അപ്പോൾ റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി. ഒരുപാട് ടൈപ്പ് റോം ഉണ്ട്. പ്രോഗ്രാമബിൾ റോം, എറേസബിൾ പ്രോഗ്രാമബിൾ റോം, ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇങ്ങനെ കുറേ റോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ജനറൽ ഡിസ്ക്രിപ്ഷൻ എഴുതുക, അതിന് 2 മാർക്ക്. റോമിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ഞാൻ വരച്ചിട്ടുണ്ട്. n നമ്പർ ഓഫ് ഇൻപുട്ടും m നമ്പർ ഓഫ് ഔട്ട്പുട്ടും വെച്ച് ഞാൻ റോമിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം വരച്ചിട്ടുണ്ട്. ഇതിന് 1 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാർട്ട് എ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ട് എയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, 9ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു, 8ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു, 7, 6, 5, 4, 3, 2, 1. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ ഷോർട്ട് എക്സ്പ്ലനേഷനാണ് ഞാൻ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റണം, കാരണം ഇതിലൊരു മാർക്ക് പോലും മിസ്സായി പോകരുത്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബിയിലേക്കാണ് കിടക്കാനുള്ളത്. പാർട്ട് ബി നിങ്ങൾക്ക് അറിയാം, കുറേ പറയാനുണ്ടാവും പാർട്ട് ബി.
അപ്പോൾ പാർട്ട് ബി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 11ഉം 12ഉം ശരിക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. 11 അല്ലെങ്കിൽ 12 ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വിക്ക് സൊല്യൂഷൻസ് ആണ് പറയുന്നത് കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പറയുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 11A, കൺവേർട്ട് ദ ഗിവൺ നമ്പർ ടു ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ ബേസസ്. പെർഫോം ദി ബൈനറി ഓപ്പറേഷൻ 1101 11 into 110 ആൻഡ് 10111 പ്ലസ് 1101. ഇതെങ്ങനെ ചെയ്യാം? ഇപ്പോൾ ഈ ഒരു നമ്പർ കണ്ടോ, ഇതിനെ ഒക്ടലിലേക്ക് മാറ്റാൻ നിങ്ങൾ 3ന്റെ ഗ്രൂപ്പ് ആക്കുക. നമുക്കിതിൻ്റെ ഇക്വാലൻ്റ് ഒക്ടൽ ഫോം കിട്ടും. കണ്ടോ, ഇത് 5, ഇത് 7, ഇത് 2, ഇത് 7, ഇത് 1, ഇതൊരു 0 ആഡ് ചെയ്യണം 4. ഇതാണ് ഇതിൻ്റെ ഒക്ടൽ. ഇതിൻ്റെ ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ 4ന്റെ ഗ്രൂപ്പ് ആക്കാം. ഇത് 1011 ആണ് ബി, ഇത് 1101 ആണ് ഡി, ഇത് 1110 ആണ് ഇ, ഇത് 0110 ആണ് 6. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കൂ, 275.714 ആണ് ഇതിൻ്റെ ഒക്ടല്, BD.E6 ആണ് ഇതിൻ്റെ ഹെക്സാഡെസിമൽ. ഡയറക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റിന് 2 മാർക്കും സെക്കൻഡ് ക്വസ്റ്റിന് 2 മാർക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ സൊല്യൂഷൻ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നിങ്ങൾ നോക്കൂ, പെർഫോം ദി ബൈനറി ഓപ്പറേഷൻ 1101 into 110 ആൻഡ് 10111 പ്ലസ് 110 ആണ്. ഇത് ഏത് മെത്തഡോളജിയിലും ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 1101 into 110. ഇതിൻ്റെ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം. 1101 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 ആണ്. 13 into 6. അപ്പോൾ അതിൻ്റെ ഇക്വാലൻ്റ് ഫോം തന്നെ ആയിരിക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും 1001110. അടുത്ത് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഏതാ ആഡ് ചെയ്യാൻ പറഞ്ഞത്? 10111ഉം 1101ഉം ആഡ് ചെയ്യാം. ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. 1ഉം 1ഉം 0 വിത്ത് ക്യാരി 1, 0 വിത്ത് ക്യാരി 1, 1 വിത്ത് ക്യാരി 1, 0 വിത്ത് ക്യാരി 1, 0 വിത്ത് ക്യാരി 1. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുക 100100. അപ്പോൾ ഈ 2 കൺവേർഷനും 1.5 മാർക്ക്. സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്സ് അടക്കം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി നോക്കൂ, 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. നെക്സ്റ്റ് കണ്ടോ, 11B കൂടി ഉണ്ട് അല്ലേ. 11B എന്ന് പറയുന്നത് 7 മാർക്കിനാണ്. കൺവേർട്ട് ദി ഫോളോയിങ് ഡെസിമൽ നമ്പർ 8421 BCD ആൻഡ് പെർഫോം ദി ഓപ്പറേഷൻ 528 പ്ലസ് 374 528 മൈനസ് 374. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കത് റെഫർ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. 528 എന്നുള്ള BCDൻ്റെ കൂടെ 374 ആഡ് ചെയ്താൽ 902 ആണ് ശരിക്കും കിട്ടേണ്ടത്. 902ൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള എന്താണ് കിട്ടേണ്ടത്? 902 എന്നുള്ള നമ്പറിൻ്റെ ഇക്വാലൻ്റ് ഫോം ആയിരിക്കണം നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ടത്. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ 528 മൈനസ് 374 എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഫൈനൽ റിസൾട്ട് ചെയ്ത് നോക്കുക. ആ കിട്ടുന്ന റിസൾട്ടിൻ്റെ ഇക്വാലൻ്റ് ബൈനറി ആയിരിക്കണം അവസാനം കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ സ്റ്റെപ്സ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ 11 നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പെർഫോം ദി ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് 1s and 2s കോംപ്ലിമെന്റ് ആൻഡ് വെരിഫൈ ദ റിസൾട്ട് ബൈ ഡയറക്റ്റ് സബ്ട്രാക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കൂ, 11011ൽ നിന്ന് 1101 ആണ് കുറയ്ക്കേണ്ടത്. നമുക്ക് കുറയ്ക്കാൻ ഡയറക്റ്റ്ലി അറിയാം. അപ്പോൾ 1s കോംപ്ലിമെന്റ് വെച്ച് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ നമ്പറിൻ്റെ 1s കോംപ്ലിമെന്റ് എടുക്കുക, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാരി വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്, ക്യാരി വരുന്നില്ലെങ്കിൽ അത് നെഗറ്റീവാണ്. അതിനെ നെഗ്ലക്ട് ചെയ്യുന്ന കേസൊക്കെ നമുക്കറിയാം. 2s കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറിൻ്റെ 2s കോംപ്ലിമെന്റ് എടുക്കുക, അത് ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യാം, കിട്ടുന്ന റിസൾട്ട് നമുക്ക് എടുത്തെഴുതാം. ഇതാണ് ബേസിക്കലി. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. ഇത് ലാർജർ മൈനസ് സ്മോളർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും, അപ്പോൾ നെഗറ്റീവ് നമ്പർ ആയിരിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കാണ്. അപ്പോൾ ഇത് ഓരോന്നിനും 3.5 മാർക്ക് വെച്ചിട്ട് 7 മാർക്കല്ല 10 മാർക്കാണ് അല്ലേ. അപ്പോൾ 5 മാർക്ക് വെച്ച് നമുക്ക് ഓരോന്നിനും മാർക്ക് കിട്ടും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, ആൻസറിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 13ാമത്തെ ക്വസ്റ്റ്യൻ. 12B നോക്കൂ എല്ലാവരും. പെർഫോം ദി ഡെസിമൽ സബ്ട്രാക്ഷൻ. 2210 നിന്ന് 3560 കുറയ്ക്കണം യൂസിങ് 9s and 10s കോംപ്ലിമെന്റ് ആൻഡ് വെരിഫൈ ദ റിസൾട്ട് യൂസിങ് ഡയറക്റ്റ് സബ്ട്രാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഇത് നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പാണ്. 9s കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറിന് 9s കോംപ്ലിമെന്റ് എടുക്കുക, അത് ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക, കിട്ടുന്ന റിസൾട്ടിൽ ക്യാരി വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ, ക്യാരി വരുന്നില്ലെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ. നമ്മൾ ഈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് BCD സബ്ട്രാക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് റെഫർ ചെയ്യുക.
നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും കേട്ടോ. 8650 എന്ന് കിട്ടും 10th കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ. ഇവിടെ 9th കോംപ്ലിമെൻറ്റ് ആകുമ്പോൾ 8649 എന്ന് കിട്ടും. അതിൻ്റെ ഇക്വാലൻറ്റ് ഫോം നോക്കുകയാണെങ്കിൽ രണ്ടിലും നമുക്ക് -1350 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് ഡയറക്റ്റ്ലി കിട്ടാം. അപ്പോൾ ഓരോന്നിനും 2 മാർക്കാണ്. 10 മാർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിന്. ഇവിടെ നമുക്ക് കിട്ടുന്ന 4 മാർക്കാണ്. അങ്ങനെ 14 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് നെഗ്ലക്റ്റ് ചെയ്യാതെ ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കൂ, അടുത്തത് ബി ആണ്. ആഡ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് B2A and 5C7 ഒക്ടൽ നമ്പേഴ്സ് 763 and 456. അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. B2Aയും 5C7 നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? A+7, A എന്ന് പറഞ്ഞാൽ 10, 10 + 7 17. 17 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 16 + 1. അപ്പോൾ 1 കിട്ടി വിത്ത് ക്യാരി 1. ഇനി 2 + C എന്ന് പറഞ്ഞാൽ 12, 14, 15. 15 നമുക്ക് F എന്ന് എഴുതാം. B+5, B എന്ന് പറഞ്ഞാൽ 11, 11 + 5 16. 16 നമുക്ക് എങ്ങനെ എഴുതാം? 16 നമുക്ക് 1 × 16 + 0 എന്ന് എഴുതാം. അപ്പോൾ 0 ആണ് റിസൾട്ട് വിത്ത് ക്യാരി 1. അപ്പോൾ നിങ്ങൾ നോക്കൂ, 10 F1 എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മുടെ ആൻസർ. ഒക്ടൽ അഡീഷൻ എങ്ങനെ ചെയ്യും? 763 + 456 അല്ലേ? ഇവിടെ കിട്ടുന്ന മാക്സിമം നമ്പർ 7 ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ 6 3 9 ആണ്. 9 നമുക്ക് 1 × 8 + 1 എഴുതാം. 1 റിസൾട്ട് ക്യാരി 1. 6 + 5 + 1 12 ആണ്. 12 നമുക്ക് 1 × 8 + 4 എന്ന് എഴുതാം. റിസൾട്ട് 4 ക്യാരി 1. 7 + 1 + 4 12 ആണ്. 12 നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1 ആണ് വിത്ത് ക്യാരി 1. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ ചെയ്ത കറക്റ്റ് അല്ലേ? 1441 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത് ഡയറക്റ്റ്ലി ചെയ്യാം. ഇതിന് എത്ര മാർക്കാണ് നോക്കുക? 4 മാർക്ക് എന്ന് പറയുമ്പോൾ ഓരോന്നിനും 2 മാർക്ക് വെച്ച്. അപ്പോൾ 2 മാർക്ക് ഈച്ച് വിത്ത് സ്റ്റെപ്സ്. ഇതാണ് ഇതിൻ്റെ വെയിറ്റേജ്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ 11, 11ഉം 12ഉം നമ്മളിപ്പോൾ പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റൻ ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റൻ ആണ് 13 A. നിങ്ങൾ നോക്കൂ, ദ എക്സ്ക്ലൂസീവ് OR gate ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ബൂലിയൻ അൽജിബ്ര എക്സ്പ്രഷൻ AB bar + A bar B. യൂസിംഗ് ഡി മോർഗൻസ് തിയറം ആൻഡ് അതർ ബൂലിയൻ അൽജിബ്ര റൂൾസ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എക്സ്ക്ലൂസീവ് NOR gate. എക്സ്ക്ലൂസീവ് NOR gateൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്. എക്സ്ക്ലൂസീവ് NOR gate എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, A bar B bar + AB. ഇതാണ് എക്സ്ക്ലൂസീവ് NOR gateൻ്റെ ഇക്വേഷൻ. അത് നമുക്കിവിടെ ചെയ്യാം. ഞാനിവിടെ ഇതിൻ്റെ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്, കണ്ടോ? A bar B + AB bar ദി ഹോൾ ബാർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? A bar B bar × AB bar അങ്ങനെ എഴുതാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഫൈനൽ ആൻസർ കിട്ടും AB + A bar B bar. ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ റെഫർ ചെയ്യാം. ഇങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാം. അപ്പോൾ എത്ര മാർക്കിനെ ചോദിച്ചിരിക്കുന്നത്? 5 മാർക്കിന്. അപ്പോൾ ഡയറക്റ്റ്ലി ചെയ്യാം. ക്യുക്കായിട്ട് ഞാൻ പറഞ്ഞു പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 13B. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് വിത്ത് K-map. D refers don't care condition. Implement the simplified function using NAND gate. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് K-മാപ്പിൽ മിൻ ടേമിൻ്റെ ഓർഡറൊക്കെ നമുക്കറിയാം. നമ്മളൊരു K-മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ മിൻ ടേം വരിക നമുക്കറിയാം. 0 1 3 2 4 5 7 6 8 9 11 10 12 13 15 14 അല്ലേ? ഇങ്ങനത്തെ ഒരു K-മാപ്പ് നമുക്കറിയാം. ഇതിൽ ഡയറക്റ്റ്ലി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനൊക്കെ 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ X ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു K-മാപ്പ് കിട്ടും. ഈ K-മാപ്പ് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ K-map എക്സ്പ്രഷൻ. അപ്പോൾ ഇത് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വിത്ത് റെലവൻറ്റ് സ്റ്റെപ്സും കൂടി നിങ്ങൾ എഴുതണം. അപ്പോൾ ഞാനിതിൻ്റെ ഫൈനൽ ഇക്വേഷൻ മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. B bar D bar + A bar B bar + AB. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇതേ ആൻസർ ആണോ കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ സൊല്യൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത നിങ്ങൾ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ 14 ആണ്. 14A. സിംപ്ലിഫൈ ദി ഫോളോയിങ് ഫംഗ്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് യൂസിങ് NOR gate. അസ്യൂം ബോത്ത് നോർമൽ ആൻഡ് കോംപ്ലിമെന്റ് ഇൻപുട്സ് ആർ അവൈലബിൾ. അപ്പോൾ നമുക്കൊരു മിൻ ടേം തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 046. ഈ 046 എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് NOR വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 046 എന്നുള്ളത് ഒരു 3 വേരിയബിൾ K-map വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. നിങ്ങൾ നോക്കൂ, ഞാൻ സൊല്യൂഷൻ ചെയ്തതാണ്. ഈ ഇക്വേഷൻ നമുക്ക് NOR വെച്ച് ചെയ്യാം. NOR ഇംപ്ലിമെന്റേഷനും NAND ഇംപ്ലിമെന്റേഷനും നമ്മൾ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി ചെയ്യാം. NAND എങ്ങനെ ചെയ്യും, NOR എങ്ങനെ ചെയ്യും. ഈ ഫംഗ്ഷനെ NOR വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ K-map സിംപ്ലിഫിക്കേഷന് 3 മാർക്കും ഈ NOR gate ഇംപ്ലിമെൻറ്റേഷന് 3 മാർക്കുമാണ്. അങ്ങനെ മൊത്തം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും നിങ്ങൾ വിട്ട് കളയരുത്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പോവാം. ഇനി 14B നോക്കൂ. എക്സ്പ്രസ് xy + z × y + xz ഇൻ ബോത്ത് കനോണിക്കൽ ഫോം. ഇതിനെ സം ഓഫ് മിൻ ടേമിൽ എഴുതണം, പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേമിൽ എഴുതണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. കണ്ടോ,
ഈ ഫംഗ്ഷൻ നിങ്ങൾ ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ സെഡ് പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ്. നിങ്ങൾ കണ്ടോ, എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇതിനെന്ത് എഴുതാം, വൈ ഇൻറ്റു സെഡ് പ്ലസ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് പ്ലസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇതിനെ നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഈ എക്സ്പ്രഷൻ ഒന്നുമല്ല, സമ്മേഷൻ ഓഫ് മിൻ ടേം 3567 ഇക്വാലൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ സ്റ്റെപ്പ് വെച്ചൊന്ന് ചെയ്ത് നോക്കുക, കറക്റ്റ് ആൻസർ കിട്ടും. ഇതേ ടേമിനെ നമ്മൾ മാക്സ് ടേമിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ എക്സ്പ്രഷനെ ഞാൻ സ്ലൈറ്റ്ലി ഒന്ന് മോഡിഫൈ ചെയ്തു. എക്സ് പ്ലസ് സെഡ് ഇൻറ്റു വൈ പ്ലസ് സെഡ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു, ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് സെഡ് ആക്കി. ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. ഫൈനലി നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതെന്തിന് ഇക്വാലൻ്റ് ആയിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം 0124 എന്നുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇതിനെ സം ഓഫ് മിൻ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്തു, പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇത് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റനാണ്? 8 മാർക്ക്. അപ്പോൾ നിങ്ങൾ വിട്ട് കളയരുത്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നോക്കൂ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് എ ക്യാരി ലുക്ക് അഹെഡ് carry reduce the carry propagation time in a binary parallel adder? Derive the Boolean function for the carry output at different stages of 4-bit look ahead carry generator. അപ്പോൾ നമ്മൾ ക്യാരി ലുക്ക് അഹെഡ് ആഡർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആഡറാണ്. ഇവിടെ നമുക്ക് ക്യാരി പ്രൊപ്പഗേറ്റും ക്യാരി ജനറേറ്റും കിട്ടും. അങ്ങനെ 2 എക്സ്പ്രഷൻ കിട്ടും, പ്രൊപ്പഗേറ്റിനൊരു എക്സ്പ്രഷനും ജനറേഷനൊരു എക്സ്പ്രഷനും. ഇത് വെച്ചിട്ട് നമുക്ക് ക്യാരി ലുക്ക് അഹെഡ് ആഡർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡറിൻ്റെ സർക്യൂട്ട്. ഇതൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി 15B നോക്കൂ. ഡിസൈൻ എ 4-bit BCD ആഡർ ആൻഡ് ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രാം. എന്താണ് BCD ആഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിളിന് 2 മാർക്ക്, ഇക്വേഷൻസിന് 2 മാർക്ക്, ബ്ലോക്ക് ഡയഗ്രത്തിന് 3 മാർക്ക്. നമ്മൾ ഓൾറെഡി 4-bit BCD ആഡർ പഠിച്ചിട്ടുണ്ട്. ഇതാണ് 4-bit BCD ആഡർ. കണ്ടോ, 2 പാരലൽ ആഡറും 2 ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും വെച്ചിട്ട് നമുക്ക് BCD ആഡർ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് 6 മാർക്ക്, 7 മാർക്കാണ്. 3 മാർക്ക് ഈ ഫൈനൽ ബ്ലോക്ക് ഡയഗ്രത്തിനാണ്, ഇക്വേഷൻസിന് 2 മാർക്ക്, ട്രൂത്ത് ടേബിളിന് 2 മാർക്ക്. ഇതും നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് റെഫർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസൈൻ എ ഫുൾ ആഡർ സർക്യൂട്ട് യൂസിങ് ഡീകോഡർ ആൻഡ് എക്സ്റ്റേണൽ ഗേറ്റ്സ്. ഇത് ശരിക്കും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഞാനിവിടെ ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചിട്ടുണ്ട്. കണ്ടോ, സമ്മും ക്യാരിയും. അപ്പോൾ എവിടേക്കാണ് സമ്മ് വരുന്നത്? 1, 2, 4, 7. അപ്പോൾ ഇതിൻ്റെ സം ഇക്വേഷൻ നോക്കൂ. സമ്മേഷൻ മിൻ ടേം 1247 എഴുതാം. ക്യാരി കണ്ടോ, എവിടെയൊക്കെ ക്യാരി വരുന്നത്? 3 ക്യാരിയാണ്, 5, 6, 7 ക്യാരി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് 2 എക്സ്പ്രഷൻ എഴുതി. സം ഈക്വൽ ടു സമ്മേഷൻ മിൻ ടേം 1247, ക്യാരി ഈക്വൽ ടു സമ്മേഷൻ മിൻ ടേം 3567. ഈ ട്രൂത്ത് ടേബിൾ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. എന്നിട്ട് ഞാനൊരു ഡീകോഡർ വെച്ചിട്ടാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഡീകോഡർ ഒരു 3 to 8 ഡീകോഡർ വെച്ചു. 3 to 8 മനസ്സിലാക്കാൻ കാരണത്തിൽ ഏറ്റവും വലിയ നമ്പർ 7 ആണ്. അപ്പോൾ 7 കിട്ടുന്നത് 3 ഇൻപുട്ടും n ഇൻപുട്ടും 2n ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സർക്യൂട്ടാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ ഈ 1ഉം 2ഉം 4ഉം 7ഉം എടുത്ത് ഞാനൊരു ഓർ ചെയ്തു. സമ്മേഷൻ മിൻ ടേം അല്ലേ, സമ്മേഷൻ അല്ല ചെയ്യാനുള്ളത്. 3ഉം 5ഉം 6ഉം 7ഉം എടുത്ത് അടുത്ത ഓർ ചെയ്തു. അപ്പോൾ നമുക്ക് സമ്മും കിട്ടി, ക്യാരിയും കിട്ടി. ഇതിൻ്റെ ഇക്വേഷന് 2 മാർക്കാണ്, ട്രൂത്ത് ടേബിളിന് 1 മാർക്കാണ്, ബ്ലോക്ക് ഡയഗ്രത്തിന് 3 മാർക്കാണ്. അങ്ങനെ മൊത്തം എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഞാനത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ പാറ്റേണിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി 16B നോക്കാം. ഡിസൈൻ എ 3-bit ഗ്രേ ടു ബൈനറി കോഡ് കൺവേർട്ടർ. ഗ്രേ ടു ബൈനറി ആണ്. ഗ്രേ നമ്മുടെ ഇൻപുട്ടും ബൈനറി നമ്മുടെ ഔട്ട്പുട്ടും. ഞാനിതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നേരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രേ ടു ബൈനറി കോഡ് കൺവേർട്ടറിൻ്റെ ട്രൂത്ത് ടേബിളിന് 2 മാർക്ക്, ഇക്വേഷന് 3 മാർക്ക്, ബ്ലോക്ക് ഡയഗ്രത്തിന് 3 മാർക്ക്. ഞാനിവിടെ ഇട്ടിരിക്കുന്ന ഇക്വേഷൻ സർക്യൂട്ട് മാറിപ്പോയി. ഇത് ബൈനറി ടു ഗ്രേ ആണ്. ഗ്രേ ടു ബൈനറിയും സെയിം ആണ്. ഗ്രേ ഇൻപുട്ടും ബൈനറി ഔട്ട്പുട്ടും വെച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇതുപോലത്തെ ഒരു ഇക്വാലന്റ് സർക്യൂട്ട് തന്നെ വരും. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് റെഫർ ചെയ്യാം. ഞാനിവിടെ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്. ബൈനറി ടു ഗ്രേ കോഡ് ഇട്ടിരിക്കുന്നത്, ഗ്രേ ടു ബൈനറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫുള്ള് ഇതുപോലെ ഗ്രേ വരയ്ക്കുക. ആ ഗ്രേൻ്റെ ഇക്വാലന്റ് ബൈനറി, എങ്ങനെ ബൈനറി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഗ്രേ ടു ബൈനറി ചെയ്യുമ്പോൾ ഇപ്പോൾ 1011 എന്നുള്ള നമ്പർ ആണെങ്കിൽ ഈ നമ്പർ അതുപോലെ എഴുതുക. ഈ 2 നമ്പർ നമ്മൾ എക്സോർ ചെയ്യാം. ഈ 2 നമ്പർ നമ്മൾ എക്സോർ ചെയ്യാം. ഈ 2 നമ്പർ നമ്മൾ എക്സോർ ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. നമുക്കിത് അറിയാം, ഇതിൻ്റെ പാറ്റേൺ. ഇത് വെച്ച് നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാം, ഇതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാം, ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് നോക്കുക. 17A കണ്ടോ,
17A എന്ന് പറഞ്ഞാൽ വിത്ത് എ സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. 7 മാർക്കിനാണ്. നമുക്കറിയാം നമ്മുടെ റേസ് അറൗണ്ട് കണ്ടീഷൻ ഓവർകം ചെയ്യാനാണ് നമ്മൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സർക്യൂട്ട് മാസ്റ്റർ ആയിട്ടും സെക്കൻഡ് സർക്യൂട്ട് സ്ലേവ് ആയിട്ടും ആക്ട് ചെയ്യും. മാസ്റ്ററിലേക്ക് ഡയറക്റ്റ്ലി ക്ലോക്ക് കൊടുക്കും, അതിൻ്റെ ഇൻവേർട്ടഡ് ഫോം നമ്മൾ സ്ലേവിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിന് 4 മാർക്കും എക്സ്പ്ലനേഷന് 3 മാർക്കുമാണ്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊന്നും വിട്ട് കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നിങ്ങൾ നോക്കൂ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് 4-bit രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അപ്പോൾ ഇതിൽ ലോഡ് 1 ആണെങ്കിൽ എന്താണ്, ലോഡ് 0 ആണെങ്കിൽ എന്താണ്, ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ കേസ്. ഇത് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇതുപോലത്തെ ഇതാണ് 4-bit രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ്. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്യാം. 4 മാർക്ക് അതിൻ്റെ ഡയഗ്രത്തിനും 3 മാർക്ക് അതിൻ്റെ വർക്കിങ്ങിനും. ഓക്കെ, ഇനി നോക്കൂ, ഡിസൈൻ എ 4-bit ബൈനറി അസിൻക്രണസ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഗീവ് ദി സ്റ്റേറ്റ് ഡയഗ്രാം ആൻഡ് ലോജിക് ഡയഗ്രാം. ഇത് അപ്പ് കൗണ്ടർ ആണോ ഡൗൺ കൗണ്ടർ ആണോ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു 4-bit അസിൻക്രണസ് ഡൗൺ കൗണ്ടർ ആണ്. കണ്ടോ? അപ്പോൾ ഇത് അപ്പ് കൗണ്ടർ ആക്കണമെങ്കിൽ QA ബാർ QB ബാർ QC ബാർ കണക്ട് ചെയ്യുന്നതിന് പകരം QA QB QC എന്നുള്ളത് അടുത്ത ക്ലോക്കായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എന്ത് കിട്ടും, അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഡയഗ്രാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 മാർക്ക് സ്റ്റേറ്റ് ഡയഗ്രത്തിന്, 4 മാർക്ക് ലോജിക് ഡയഗ്രത്തിന്, 2 മാർക്ക് അതിൻ്റെ എക്സ്പ്ലനേഷന്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ 0 മുതൽ 15 വരെ വരും സ്റ്റേറ്റ് ഡയഗ്രത്തിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കൂ, ഡിസൈൻ എ സിൻക്രണസ് BCD കൗണ്ടർ. ഗീവ് ദി എക്സൈറ്റേഷൻ ടേബിൾ ആൻഡ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ സിൻക്രണസ് BCD കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സിൻക്രണസ് മാനറിൽ ഡിസൈൻ ചെയ്യണം. 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യണം. 9 കഴിഞ്ഞാൽ വീണ്ടും 0ലേക്ക് പോകണം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണമെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 മുതൽ 9 വരെ കാണിക്കുക, നെക്സ്റ്റ് സ്റ്റേറ്റ് 1 മുതൽ 0 വരെ കാണിക്കുക. ഇതിന്ന് T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് ഇതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വെച്ച് വരയ്ക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 10 മുതൽ 15 വരെയുള്ള സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഡോൺ കേസ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകം മാർക്ക് ചെയ്യണം. ഇത് ചോദിച്ചിരിക്കുന്നത് പക്ഷേ 6 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, 19A. ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് PLA വിത്ത് ബ്ലോക്ക് ഡയഗ്രാം. PLA എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ ലോജിക് അറേയാണ്. ഡയഗ്രത്തിന് 3 മാർക്കും വർക്കിങ്ങിന് 4 മാർക്കും. ഇതാണ് ശരിക്കും PLA. PLAയിൽ ആൻറ്റി മെട്രിക്സും ഓർ മെട്രിക്സും ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ബേസിക് തിയറി. സാധാരണ ഇന്ന് പ്രോബ്ലം ആണ് ചോദിക്കാറ്, പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, തിയറിയാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അടുത്ത നിങ്ങൾ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദി അൽഗോരിതം ഫോർ അഡീഷൻ ഓഫ് 2's കോംപ്ലിമെന്റ് നമ്പേഴ്സ്. സ്റ്റേറ്റ് വൈ 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ഇസ് പ്രിഫേർഡ് ഫോർ ബൈനറി അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ അൽഗോരിതം കണ്ടോ, ഇതാണ് അൽഗോരിതം. ഈ അൽഗോരിതം വെച്ച് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, അടുത്ത നോക്കൂ, 20, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ 4-bit ജോൺസൺ കൗണ്ടർ ആൻഡ് എക്സ്പ്ലെയിൻ ടൈമിംഗ് സീക്വൻസ്. ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞാൽ 4 കൗണ്ടേഴ്സ് വരച്ചു. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡിലേക്ക്, സെക്കൻഡ് തേർഡിലേക്ക്, തേർഡ് ഫോർത്തിലേക്ക്, ഫോർത്തിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും തിരിച്ച് ഫസ്റ്റിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഇത് 4-bit ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് 4 0 ആണെങ്കിൽ അടുത്ത ക്ലോക്ക് പൾസിൽ ഇവിടെ ഉണ്ടാവുന്ന 1 ആയിരിക്കും തിരിച്ചിങ്ങോട്ടേക്ക് എത്തുക. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജോൺസൺ കൗണ്ടറിൻ്റെ തിയറി കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. സ്റ്റേറ്റ് ദി അൽഗോരിതം ഫോർ ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷൻ. റെപ്രസെൻറ്റേഷന് 2 മാർക്കും ഫ്ലോ ചാർട്ടിന് 4 മാർക്കുമാണ്. ഇതാണ് ശരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് അൽഗോരിതം. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിത് വളരെ ക്വിക്കായിട്ടുള്ള റിവിഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡൗട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഇപ്പം എടുത്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഫോർ ദി എക്സാം. താങ്ക് യു സോ മച്ച്.